ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ഇടക്കാല സ്റ്റേ ഇല്ല. അടിസ്ഥാന രേഖകളായി ആധാറും വോട്ടേഴ്സ് ഐഡിയും റേഷൻ കാർഡും പരിഗണിച്ചുകൂടെ എന്നാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സർവേ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഈ മാസം 28-ന് ഹർജി വീണ്ടും പരിഗണിക്കും. വി എസ് സനോജ് ഉണ്ട്. സനോജ്, എന്താണ് ഈ കേസിന്റെ ആകെയുള്ള ഒരു പശ്ചാത്തലം? ഇന്ന് കോടതിയിൽ സംഭവിച്ച വാദപ്രതിവാദങ്ങൾ എങ്ങനെയായിരുന്നു? അതായത് വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കേസ് എന്ന് പറയാം ഇന്ന് സുപ്രീം കോടതിയിൽ വന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ മാസം 24-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചു. അതായത് 2003-ലെ തെരഞ്ഞെടുപ്പ് പട്ടിക, ആ പട്ടിക പ്രസിദ്ധീകരിച്ചുകൊണ്ട് 4.96 കോടി വോട്ടർമാർ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പകരം കൂടുതലായിട്ട് വരുന്ന 2.93 കോടി വോട്ടർമാർ അവരുടെ ഭാഗധേയം നിർണ്ണയിക്കുന്നതിന് അല്ലെങ്കിൽ അവരെ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള രേഖകൾ സബ്മിറ്റ് ചെയ്യണമെന്നൊരു നിർദ്ദേശം വന്നിരുന്നു. ഈ രേഖകളിൽ ആധാർ കാർഡോ വോട്ടേഴ്സ് തെരഞ്ഞെടുപ്പ് കാർഡോ ഒപ്പം തന്നെ റേഷൻ കാർഡോ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമാവുകയും ഇന്ത്യ സഖ്യമടക്കം വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഇത് നോട്ട് ബന്ദി പോലെ ഒരു വോട്ട് ബന്ദി നടപ്പാക്കാൻ BJP ശ്രമിക്കുന്നു എന്നുള്ള വിമർശനം വന്നു. വിവിധ സംഘടനകൾ, അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ മഹുവ മൊയ്ത്ര അല്ലെങ്കിൽ അതുപോലെ RJDയുടെ മനോജ് സാ അടക്കം വിവിധ നേതാക്കൾ, ഒപ്പം PUCL ദിവാകർ CPIMന്റെ ദിവാകർ ഭട്ടാചാര്യ അടക്കം നിരവധി നേതാക്കൾ വിവിധ കക്ഷികൾക്ക് വേണ്ടിയുമെല്ലാം ഹർജികളുമായി സുപ്രീം കോടതിയിലേക്ക് പോയി. ആ കേസാണ് ഇന്ന് പരിഗണിച്ചത്. ഇതിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ കോടതി വാക്കാൽ നിരീക്ഷിച്ചു. സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ച് ജസ്റ്റിസുമാരായിട്ടുള്ള സുധാംശു ധൂലിയ, ജോയ് മല്യ ബക്സി എന്നിവർ പറഞ്ഞത് ആധാർ കാർഡും ഫോട്ടോ, അതായത് ചിത്രം പതിച്ച തെരഞ്ഞെടുപ്പ് കാർഡും ഒപ്പം റേഷൻ കാർഡും ഇതിൻ്റെ രേഖയായി തന്നെ നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ 11 രേഖകൾക്കൊപ്പം രേഖയായി അംഗീകരിക്കണം എന്നുള്ളതും, അങ്ങനെ അതുപ്രകാരം ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്തിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മതിയായ കാരണമുണ്ടെങ്കിൽ അവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് കൃത്യമായ റീസൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാമെന്ന് വാക്കാൽ അതിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇന്നത്തെ വിധിയല്ല, ഇന്നത്തെ നിരീക്ഷണങ്ങളിൽ പറയുന്നുണ്ട്, വെർബലി ക്ലാരിഫൈഡ് എന്നാണ്. അതായത് വാക്കാൽ ഇക്കാര്യം കോടതി പറയുക മാത്രമാണ് ചെയ്തത്. ഏതായാലും ഇതിന് ഇത്രയും വോട്ടർമാർക്ക് വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കുന്നതിനോ പുതുക്കുന്നതിനോ നൽകിയ സമയപരിധി വളരെ കുറഞ്ഞു പോയി എന്നുള്ളതും അതുമാത്രമാണ് പ്രശ്നമെന്നും വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിൽ സുപ്രീം കോടതിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ലെന്നും കൂടി ജസ്റ്റിസുമാർ പറഞ്ഞു. ഏതായാലും ഇന്ന് അവധിക്കാൽ ബെഞ്ച് ഇന്ന് കേസ് പരിഗണിച്ചു. പ്രമുഖരായിട്ടുള്ള അഭിഭാഷകർ വിവിധ കക്ഷികൾക്ക് വേണ്ടി ഹാജരായി. അഭിഷേക് മനു സിംഗ്വി, ഒപ്പം തന്നെ പ്രശാന്ത് ഭൂഷൺ, കപിൽ സിബൽ അടക്കം, ഗോപാൽ ശങ്കരനാരായണൻ അടക്കമുള്ള പ്രധാനപ്പെട്ട അഭിഭാഷകർ, വൃന്ദ ഗ്രോവർ അടക്കം ഹാജരായിരുന്നു. പക്ഷേ ഈ വാദം നടക്കുന്നതിനിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായിട്ടുള്ള സീനിയർ അഭിഭാഷകനായിട്ടുള്ള രാകേഷ് ദ്വിവേദി പറഞ്ഞത് ആധാർ കാർഡ് ഒരു സിറ്റിസൺഷിപ്പ് രേഖയല്ല എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നു. ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം ഈ മാസം 21-ന് സമർപ്പിക്കാൻ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ മാസം 28-ന് കേസ് വീണ്ടും പരിഗണിക്കാം എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. വി എസ് സനോജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.